ഹലോ, ഈ ക്ലാസ് അനാലിസിസ് ഓഫ് സ്ട്രെയിൻ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻഷിപ്പ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സ്ട്രെയിനിൻ്റെ ബേസിക് ഡെഫിനിഷൻസ്. എന്താണ് സ്ട്രെയിൻ? ഇറ്റ് ഈസ് ഗിവൺ ആസ് ദി ചേഞ്ച് ഇൻ ലെങ്ത് by original length. Basic definition of strain is like that. ഇതിനെ നമ്മൾ പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ലീനിയർ സ്ട്രെയിൻ ആണ്. ലീനിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഈ ലീനിയർ സ്ട്രെയിൻ നമ്മൾ പറയുമ്പോൾ ഒരു ബാറിൽ ആക്സിയലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഒരു നോർമൽ സ്ട്രെസ് ഇതിൻ്റെ ക്രോസ് സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യും. ഈ സ്ട്രെസ്സിൻ്റെ ആക്ഷൻ കൊണ്ട് ദിസ് ലോ ബാർ വിൽ ബി ഇലോങ്ങേറ്റഡ് ലിറ്റിൽ ബിറ്റ്. ആ ഇലോങ്ങേഷനാണ് നമ്മൾ ഡി എൽ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദ ലെങ്ത് ഈസ് എൽ, വാട്ട് ഈസ് ദ സ്ട്രെയിൻ? ദാറ്റ് ഈസ് ഗിവൺ ബൈ ഡി എൽ ബൈ എൽ. അപ്പോൾ ഈ സ്ട്രെയിനിനെ നമ്മൾ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ടെൻസൈൽ ഫോഴ്സ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിനെ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയും. ഇനി ടെൻസൈൽ ഫോഴ്സിന് പകരം ഒരു കംപ്രസീവ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഇലോങ്ങേഷന് പകരം ആ ബാറിന് ഒരു ചേഞ്ച് ഇൻ ലെങ്ത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഉണ്ടാകുന്നത്. അത് കംപ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയും. അവിടെയും ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ട്, പക്ഷെ ചേഞ്ച് ഇൻ ലെങ്ത് വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ലീനിയർ സ്ട്രെയിൻ ടെൻസൈൽ സ്ട്രെയിൻ എന്നും കംപ്രസീവ് സ്ട്രെയിൻ എന്നും രണ്ട് രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഈ ടെൻസൈൽ സ്ട്രെയിനിനെയും കംപ്രസീവ് സ്ട്രെയിനിനെയും ചേർത്ത് നമുക്കൊരു രീതി കാര്യം. രണ്ട് കേസിലും ഈ ഒരു ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ടെൻസൈൽ ഓർ കംപ്രസീവ്. അപ്പോൾ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതും ആ ഒരു രീതിയിലാണ്. അതിനെ നോർമൽ സ്ട്രെയിൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർഫസിന് ഈ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലറായിട്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനാണ് നോർമൽ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ. ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്? നോർമൽ സ്ട്രെസ്സിൽ ഫോഴ്സസ് ആർ ആക്ടിങ് along the axis or perpendicular to the surface or the area where the stress is acting. അതേസമയം ഷിയർ സ്ട്രെസ്സിന് the force will be acting tangential to the surface. അപ്പോൾ ഈ സർഫസിന് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇതുപോലെ ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് ഈ സർഫസിൽ തന്നെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന്. അതുപോലെ മറ്റൊരു ഡെഫിനിഷൻ ആണ് സൂപ്പർഫിഷ്യൽ സ്ട്രെയിൻ. നമ്മൾ ലെങ്ത് കൺസിഡർ ചെയ്യുന്ന പകരം ഏരിയയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ ബൈ, അതാണ് സൂപ്പർഫിഷ്യൽ ഓർ സർഫസ് സ്ട്രെയിൻ. വോള്യത്തിലാണെങ്കിൽ ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യം, അതാണ് വോള്യമെട്രിക് സ്ട്രെയിൻ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സ്ട്രെയിൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ സ്ട്രെയിൻ ലീനിയർ സ്ട്രെയിനും ഷിയർ സ്ട്രെയിനുമാണ്. അത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അത് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻഷിപ്പ് ഇൻ കേസ് ഓഫ് സ്മോൾ സ്ട്രെയിൻസ്, ഇതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു എ ബി എന്നുള്ളൊരു എലിമെൻറ്റ്. ഇറ്റ് ഈസ് ഹാവിങ് എ ലെങ്ത് ഓഫ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ആണ് ഇതിൻ്റെ ലെങ്ത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന എലിമെൻറ്റ് ഒരു വലിയൊരു ഒബ്ജക്റ്റിൻ്റെ പാർട്ടാണ്. ആൻഡ് ദാറ്റ് ഒബ്ജക്റ്റ് ഓർ ദാറ്റ് ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു സ്ട്രെസ്സസ്. അപ്പോൾ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് സ്ട്രെസ്സസ് ദിസ് ബോഡി ഗെറ്റ്സ് deformed. So it is part of this body and it is under the action of certain laws, and due to that the body gets deformed.
ആ ഡീഫോർമേഷൻ്റെ പാർട്ടായിട്ട് ഈ എ ബിയും ഡീഫോംഡ് ആവും ആൻഡ് ദാറ്റ് വിൽ ഗെറ്റ് ഡീഫോംഡ് ഇൻ ടു എ ഡാഷ് ബി ഡാഷ്. എ ഒറിജിനലി എയുടെ പൊസിഷൻ എക്സിലായിരുന്നു. ഫ്രം ദാറ്റ് പൊസിഷൻ ഇറ്റ് has displaced to എക്സ് പ്ലസ് യു. യു എന്നുള്ള ഒരു ഡിസ്റ്റൻസ് ഇത് എ എന്നുള്ള പോയിന്റ് മാറി. ബി എന്നുള്ള പോയിന്റും ഇതേപോലെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്ഡ് ആയി. ഈ ഡിസ്പ്ലേസ്മെൻ്റ് എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രെയിൻസ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എയുടെ കോർഡിനേറ്റ് എക്സ്, ബിയുടെ കോർഡിനേറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ലെങ്ത് ആണ്. ആഫ്റ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സിൻ്റെ കോർഡിനേറ്റ് എക്സ് പ്ലസ് യു ആയി. ബിയുടെ കോർഡിനേറ്റ് ബി ഡാഷിൻ്റെ കോർഡിനേറ്റ് എക്സ് പ്ലസ് യു പ്ലസ് ദിസ് പാർട്ട്. ഇവിടെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിരുന്നു. എക്സ് മോഡിഫൈ ചെയ്ത് എക്സ് പ്ലസ് യു ആയി. ഇവിടെ എക്സ് പ്ലസ് യു ആയി. ഡെൽറ്റ എക്സ് മോഡിഫൈ ചെയ്തത് എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ നമുക്ക് ഒരു യു എന്നൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആസ് ഇറ്റ് മൂവ്സ് ദ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. ഇവിടെ യു ആയിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്. വെൻ ഇറ്റ് ഈസ് മൂവിങ് അലോങ് ദിസ് ലെങ്ത് ഓഫ് ഡെൽറ്റ എക്സ് how it changes. അതാണ് ഈ കമ്പോണൻ്റ് പറയുന്നത്, ഈ ടൈം പറയുന്നത്, ഓവർ ദ ലെങ്ത് ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഡി ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതാണ് എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത്. എ ബിയുടെ ലെങ്ത് ഡെൽറ്റ എക്സ് ആയിരുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്താണ്? എ ഡാഷ് ബി ഡാഷ് മൈനസ് എ ബി. ദിസ് ഇസ് എ ഡാഷ് ബൈ ഡാഷ്. ഇത് എ ഡാഷ് ബി ഡാഷ് ആണ്, മൈനസ് എ ബൈ ഒറിജിനൽ ലെങ്ത്. ദാറ്റ് ഇസ് strain along x direction. Epsilon xx means is the strain along the direction x due to the stress acting along that same direction. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ കിട്ടും? ഈ ഡെൽറ്റ എക്സും ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ആയി. ഈ ഡെൽറ്റ എക്സും ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ആയി. ബാലൻസ് will be ഡോ യു ബൈ ഡോ എക്സ്. എപ്സിലോൺ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പാണ് നമ്മൾ ഇതിനകത്തുനിന്ന് where u is the displacement along the x direction. Epsilon y y ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ y ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ച് z ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് റിലേഷൻഷിപ്പും നമുക്ക് കിട്ടും. These are called normal strains. ഇനി അടുത്തത് ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെയിനിനെ പറ്റി നേരത്തെ പറഞ്ഞു. ഒരു റെക്റ്റാങ്കുലർ എലിമെന്റ് റെക്റ്റാങ്കുലർ അല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഷിയർ സ്ട്രെയിനിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഷിയർ സ്ട്രെയിൻ ഇപ്പോൾ റെക്റ്റാങ്കുലർ എലിമെന്റ് അവിടെ കാണിച്ചിരിക്കും, എ ബി സി ഡി എന്നുള്ള റെക്റ്റാങ്കുലർ എലിമെന്റ്. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ ആക്ഷൻ കൊണ്ട് ഇറ്റ് മേ ഗെറ്റ് ഡീഫോംഡ്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഈ രീതിയിൽ ഡീഫോംഡ് ആവാം. എപ്പോഴാണ് ഇങ്ങനെ ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഈ റെക്റ്റാങ്കുലർ എലിമെന്റ് തന്നെ ഈ രീതിയിലാണ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നതെങ്കിലോ ഇറ്റ് മേ ഡീഫോം ലൈക്ക് ദിസ്. ഇനി രണ്ട് ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നെങ്കിലോ, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നെങ്കിൽ അപ്പോഴാണ് ഇതേ രീതിയിൽ ഡീഫോം ചെയ്യുന്നത്. ഇത് എക്സ് ഡയറക്ഷനിൽ മാത്രം ഷിയർ സ്ട്രെസ്, ഇവിടെ വൈ ഡയറക്ഷനിൽ മാത്രമാണ്. എക്സും വൈയും ഡയറക്ഷനിൽ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഡീഫോംഡ് ലൈക്ക് ദിസ്. ഇപ്പോൾ നമുക്ക് കാണാം എ എന്നുള്ള പോയിന്റ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടില്ല. അതേസമയം ബി ഈസ് ഡിസ്പ്ലേസ്ഡ് ടു ബി ഡാഷ്, സി ഹാസ് ഗോൺ ടു സി ഡാഷ്, ഡി ഹാസ് ഗോൺ ടു ഡി ഡാഷ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ബി ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ആസ് the point B moves along y direction, what is the rate of change of displacement of B with respect to x? x y direction ഡിസ്പ്ലേസ്മെന്റ് ആണ് v with respect to x. നമ്മൾ
എക്സ് ഡയറക്ഷനിൽ ഈ ഡെൽറ്റ എക്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. ഈ ഒരു പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റ് കുറവാണ്. ആസ് വി മൂവ് ഫർദർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് മോർ. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് മൂവ് ചെയ്തപ്പോൾ എത്ര മൂവ് ചെയ്തു. ഇവിടെ വരുമ്പോൾ അത് തിരിച്ചാണ്. ഡോ യു ബൈ ഡോ വൈ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു വിത്ത് റെസ്പെക്ട് വൈ. വൈയിൽ വൈ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഹൗ യു ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് വൈ ഫോർ ദ ഡിസ്റ്റൻസ് ഡെൽറ്റ വൈ. ഡെൽറ്റ വൈ ആണ് ഈ ഡിസ്റ്റൻസ് എ ടു ഡി. അപ്പോൾ ഇത് ആംഗിൾസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ ആൽഫ, that is equal to tan alpha equal to sin alpha for small values of alpha. അപ്പോൾ നമ്മൾ tan alpha equal to sin alpha എന്ന് എടുത്തു. sin alpha എടുക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബി ബി ഡാഷ്, ഈ സൈഡ് അഡ്ജസൻറ്റ് സൈഡ് എ ബി. അപ്പോൾ ഇത് ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. സോ വി വിൽ ബി ഗെറ്റിംഗ് ആൽഫ ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ്. സിമിലർലി ബീറ്റയ്ക്ക് നമുക്കിതുപോലെ ഡോ യു ബൈ ഡോ വൈ എന്ന് കിട്ടും. ഈ ആൽഫയും ബീറ്റയും ചേർന്ന് വരുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ടോട്ടൽ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സമ്മാണ്. രണ്ട് ആംഗുലർ ചേഞ്ചസ്, റെക്റ്റാങ്കുലർ ആയിട്ടിരുന്ന 90 ഡിഗ്രിയിലിരുന്ന ഒരു കമ്പോണൻറ്റ് എത്രത്തോളം മാറി, ആ രണ്ടും കൂടെ ചേർക്കുന്ന പാർട്ടാണ് നമ്മുടെ ഷിയർ സ്ട്രെയിൻ. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് എഴുതാം. ഈ ഗാമ എക്സ് വൈയും ഗാമ വൈ എക്സും സെയിമാണ്, ഈക്വലാണ്. രണ്ടിനും സെയിം എക്സ്പ്രഷനാണ്. അതുപോലെ നമുക്ക് രണ്ട് എക്സ്പ്രഷൻ കൂടെ ഉണ്ട്, ഗാമ വൈ ഇസഡ്, ഗാമ ഇസഡ് എക്സ്. അപ്പോൾ ഇത് നോർമൽ സ്ട്രെയിൻസ്, ഇത് ഷിയർ സ്ട്രെയിൻസ്. അപ്പോൾ ഈ നോർമൽ സ്ട്രെയിൻസും ഷിയർ സ്ട്രെയിൻസും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് ഷിയർ സ്ട്രെയിൻ. അതായത് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനിൽ ഷിയർ സ്ട്രെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റിയും മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എഞ്ചിനീയറിംഗ് സൈഡിൽ അത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു മോഡിഫിക്കേഷൻ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ ഈസ് ടേക്കൺ ആസ് ഹാഫ് ഓഫ് ഗാമ എക്സ് വൈ. ഗാമ എക്സ് വൈയുടെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. Epsilon xy is the notation for that. Instead of using gamma, epsilon xy is used to represent engineering shear strain. ഈ എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ ആണ് നമ്മൾ സ്ട്രെയിൻ ടെൻസറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ട്രെയിൻ ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ എഴുതുന്നത് എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ എക്സ് സെറ്റ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ വൈ സെറ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 9 കമ്പോണൻസ് ഉള്ള ഒരു മാട്രിക്സ് എഴുതാം. അതിൽ ഈ രണ്ട് കമ്പോണൻസും ഈക്വലാണ്, ഇത് രണ്ടും ഈക്വലാണ്, ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ 6 കമ്പോണൻസ് കൊണ്ട് നമുക്ക് സ്ട്രെയിൻ ടെൻസർ ടോട്ടലായിട്ട് ഡിഫൈൻ ചെയ്യാം. ഇനി ഈ എപ്സിലോൺ എക്സ് വൈക്ക് വരാൻ ഗാമ എക്സ് വൈ ആണ് അവിടെ എഴുതുന്നെങ്കിലോ അങ്ങനെ ഒരു മെട്രിക്സ് എഴുതാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ടെൻസർ. അത് ടെൻസർ അല്ല, അതിനെ സ്ട്രെയിൻ മെട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ജനറലി ഗാമ വെച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് ഫോമിൽ എഴുതാറില്ല. എപ്പോഴും മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എപ്സിലോൺ ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുക. സോ സ്ട്രെയിൻ ടെൻസർ ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് സ്ട്രെയിൻ അറ്റ് എ പോയിന്റ്. അപ്പോൾ ഇത്രയാണ് സ്ട്രെയിൻ ടെൻസറിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.